ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ ഞങ്ങൾ നാട്ടിലേക്ക് വന്ന വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. ഒരു 9 മണിയാകുമ്പം ഇറങ്ങണം എന്ന് പ്ലാൻ ചെയ്തെങ്കിലും 10 മണിയോളമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡ്രൈവ് അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക് എടുത്തിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോഴേ കുഞ്ഞിനെ ഒന്ന് ഫ്രഷ് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മിനറൽ വാട്ടറൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, അത് യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ നഴ്സറിയിലെ ചേട്ടനാണ് വന്നിട്ട് കുഞ്ഞിനെ അകത്ത് കയറ്റി കഴിക്കാം, ഫ്രഷ് ആക്കാം, സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതുപോലെ നല്ല ആൾക്കാരായിരുന്നു. ആദിച്ചനല്ലൂർ വഴിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിലേക്ക് പോയത്. ഹൈവേയിൽ ഭയങ്കര ചൂടും വെയിലും, അതുകൊണ്ട് ഞങ്ങൾ തണലുള്ള ഒരു വഴി കണ്ടു. ആ വഴി അങ്ങ് കയറി. നല്ല മനോഹരമായിട്ടുള്ള ആദിച്ചനല്ലൂർ നാട് വഴിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴി അറിയില്ലായിരുന്നു, പക്ഷെ നല്ല സ്ഥലം ഒക്കെ ആയതുകൊണ്ട് ഇത് തിരിച്ചു പോകാനും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നാട്ടിലേക്ക് എത്തിയത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കുഞ്ഞിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കണ്ട് അവിടെ കയറി ഇളനീര് കിട്ടി. അപ്പോൾ ഇളനീര് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോവാണ്. അതുപോലെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. ഇത് പടയണിവട്ടം ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ പടയണിവട്ടം ക്ഷേത്രം കഴിഞ്ഞിട്ട് ചൂനാടെത്തി. ചൂനാടുന്ന് ഞങ്ങൾ നാട്ടിലേക്ക് മണക്കാട്ടിലേക്ക് എത്തി. ഇവിടെ വീടുകളുടെ എല്ലാം മതിലും വേലികളും ഒക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് കുറേ സ്ഥലം പോയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 2 മണിയോളം ആയി. പക്ഷേ അമ്മയും അമ്മൂമ്മയും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. രണ്ടു കൂട്ടം മീൻകറിയും അവിടുത്തെ തോരൻ, ഇലത്തോരനും, പിന്നെ മാമ്പഴ പുളിശ്ശേരി, സാമ്പാർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് ചാമ്പയ്ക്കൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങി. അവൾ ആദ്യമായിട്ടാണ് ചാമ്പയ്ക്ക കഴിക്കുന്നത്. വയറിന് നല്ല അസുഖം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് നല്ല ലൂസ് മോഷനാണ് കേട്ടോ. ഒരു വലിയ ചാമ്പയൊക്കെ ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. വീടിനോട് ചേർന്നിട്ടായിരുന്നത് കൊണ്ട് ചാമ്പയും മാവും ഒക്കെ വെട്ടിക്കളയേണ്ടി വന്നു. ഒരു പ്രാവശ്യം ഇവിടെ കള്ളം കയറിയത്, അപ്പോൾ ആ വഴിയാണ് കയറിയത്. അതുകൊണ്ട് പോലീസുകാർ വന്നിട്ട് അതെല്ലാം വെട്ടിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ വെട്ടി. പിന്നെ കിളിച്ച് വന്ന ചാമ്പയും മാവും ഒക്കെയാണ് ഈ കാണുന്നത്. നല്ല പുളിയും മധുരവും കൂടി ചേർന്ന ചാമ്പയ്ക്കായിരുന്നു. മോളത് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അവൾ ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇതെല്ലാം കണ്ടിട്ട്. മാങ്ങയുണ്ടോ? മാങ്ങയാണ് കേട്ടോ. നിറച്ച് മാങ്ങയുണ്ട്. എൻ്റെ ഹൈറ്റിലും കുഞ്ഞിൻ്റെ ഹൈറ്റിലും ഒക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോഴൊന്നും ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായിട്ടില്ല. നമ്മൾ സിറ്റിയിലൊക്കെ പോയി താമസിച്ചിട്ട് വരുമ്പോൾ ഇത് ശരിക്കും ഒരു സ്വർഗ്ഗമാണ്. ചായ കുടിക്കുന്ന സമയത്ത് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
ചെറിയൊരു കടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു. സാധനം പോയി കിടക്കും. അങ്ങനെ കുഞ്ഞിൻ്റെ മുത്തശ്ശിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുറേ നേരം കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.